ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു EduZone സിവിൽ സർവീസ് അക്കാഡമി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേരള ഹിസ്റ്ററിനെ പറ്റി പഠിച്ചു വരികയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏതാനും ചില പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നോണം നമ്മൾ കേരളത്തിലെ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ദ എയർലി ഫേസ് ഓഫ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്. ഈ എയർലി ഫേസ് ഓഫ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ഐഡിയ ഓഫ് എ നേഷൻ. അപ്പോൾ കേരളത്തിൽ ഈ ഒരു ഐഡിയ ഓഫ് എ നേഷൻ വളർന്നു വന്നത് വിത്ത് ദ കമ്മിങ് അപ്പ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ കുറച്ച് ഏതാനും ചില ലീഡേഴ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, മലയാളി ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റീസ് രൂപീകരിച്ചപ്പോൾ കേരളത്തിൽ അത് ആക്റ്റീവ് ആവുകയും ചെയ്യുകയുണ്ടായി. അപ്പം ഈ ഒരു ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഒരു വളർച്ചയും അതിൻ്റെ പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റീനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ആൻറ്റി ബ്രിട്ടീഷ് ഇൻ നേച്ചർ. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു മൂവ്മെൻറ്റ്സിനെ പറ്റിയായിരുന്നു നമ്മൾ പഠിച്ചത്. മെയിനായിട്ടും ബാഴ്സി റിവോൾട്ട്, അല്ലെങ്കിൽ ദിവാൻ വേലി തമ്പി ദളവയുടെ റിവോൾട്ട്, അല്ലെങ്കിൽ കുരിശ്ശിയ റിവോൾട്ട്സ്, ഇങ്ങനെയുള്ള റിവോൾട്ട്സൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചായിരുന്നു ഇതിലൊരു നാഷണലിസ്റ്റിൻ്റെ ഒരു ഐഡിയ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു നേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ നേഷൻ എന്നുള്ള ഒരു ഐഡിയ ഒന്നും ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു നാഷണലിസം എന്നുള്ള ഐഡിയ ബേസിക്കലി എമർജ് ചെയ്ത് ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century. അപ്പം 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് ഈ ഒരു ഐഡിയ ഓഫ് നാഷണലിസം മെയിനായിട്ടും എമർജ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ദ ഇമ്പാക്റ്റ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വരുത്തിയ മാറ്റങ്ങൾ മൂലമാണ് ഈ ഒരു ഐഡിയ ഓഫ് നാഷണലിസം മെയിൻലി എമർജ് ചെയ്യാൻ കാരണം. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം യൂറോപ്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതുപോലെ തന്നെ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട്സ്, ഇവയെല്ലാം വൈഡ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ ഒരു വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട്സ് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ലിബറൽ തോട്ട്സ് ആണ്. വളരെ ലിബറലായിട്ട് ദ ഐഡിയാസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രീഡം, അപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെയാണ് അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം കേരളത്തിൽ നാട്ടുരാജാക്കന്മാരുടെ കീഴിലായിരുന്നു ആ ഒരു സമയത്ത് കേരളം ഭരിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനതകൾക്കിടയിലേക്ക് ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൂടുതൽ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ കൂടുതൽ സമാധാനത്തിനും വേണ്ടിയിട്ടുള്ള ആഗ്രഹം അവരിൽ ഉണർത്തുകയും അവർക്ക് സ്വന്തമായിട്ട് ഒരു നേഷൻ വേണം എന്നുള്ള ഒരു ഐഡിയ അവരിലേക്ക് വരികയും ചെയ്തു. അങ്ങനെയാണ് ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം എമർജ്ഡ്. അപ്പോൾ ഈ ഒരു എംഫസിസ് ഓൺ ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം അതായിരുന്നു മെയിനായിട്ടും ഇവരെ ചേഞ്ച് ചെയ്യാനുള്ള കാരണമാക്കി നയിച്ചത്. അപ്പോൾ ഈ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡവും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലിബർട്ടിക്കും വേണ്ടി സ്റ്റാൻഡ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയും അതിൻ്റെ എമർജൻസിനെ പറ്റിയും നമ്മൾ പഠിക്കുന്നുണ്ട്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാകുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ കുറച്ച് എയർലി ലീഡേഴ്സ് ഫ്രം കേരള ഓൾസോ അറ്റൻഡഡ്. അപ്പോൾ എയർലി ലീഡേഴ്സ് എന്നൊക്കെ പറയുമ്പം മെയിൻലി ചേറ്റൂർ ശങ്കരൻ നായർ, അതുപോലെ തന്നെ GP പിള്ളൈ, വി റായൂരു നമ്പ്യാർ, മന്നത്ത് കൃഷ്ണൻ നായർ, സി കുഞ്ഞിരാമ മേനോൻ, ഡോക്ടർ TM നായർ, സി കരുണാകര മേനോൻ, KP അച്യുത മേനോൻ എറ്റ്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള ലീഡേഴ്സൊക്കെ ദേ ഹാഡ് അറ്റൻഡഡ് ദ എയർലി കോൺഗ്രസ് സെഷൻസ്. അപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്ത് നടന്ന കോൺഗ്രസ് സെഷൻസിലെല്ലാം ഈ മലയാളികളുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. ഇതിൽ നോട്ടബിളായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1897 ഒരു മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രിസൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് സി ശങ്കരൻ നായർ. അമരാവതി കോൺഗ്രസ് സെഷനിലാണ് ഈ ഒരു സി ശങ്കരൻ നായർ പ്രിസൈഡ് ചെയ്യുന്ന ഒരു കോൺഗ്രസ് സെഷൻ. അപ്പോൾ ഈ സി ശങ്കരൻ നായരാണ് ഹീസ് ദ വൺ ആൻഡ് ഓൺലി കേരളൈറ്റ് ടു അഡോൺ ദിസ് പോസ്റ്റ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക മലയാളിയാണ് ഈ ഒരു സി ശങ്കരൻ നായർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലബാർ ഡിസ്ട്രിക്റ്റ് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആയിരുന്നു. അതായത് ടിപ്പുവിൻ്റെ കയ്യിൽ നിന്നും അവർ സ്വന്തമാക്കിയെടുത്താണ് മലബാർ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഈ ഒരു മലബാർ ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് ഇറ്റ് കെയിം അണ്ടർ ദ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബ്രിട്ടീഷേഴ്സ്. അപ്പോൾ ബ്രിട്ടീഷേഴ്സിൻ്റെ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷനിലാണ് മലബാർ ഡിസ്ട്രിക്റ്റ് വന്നിരുന്നത്. ബാക്കി റെസ്റ്റായിട്ടുള്ള കേരളത്തിലെ തിരുവിതാംകൂറും അതുപോലെ തന്നെ കൊച്ചിയും രാജവംശങ്ങളായിട്ട് തന്നെയായിരുന്നു
തുടർന്നുകൊണ്ടിരുന്നത്. അതായത് ദേ കണ്ടിന്യൂ ടു ബി ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അപ്പോൾ അവർ സബ്സിഡറി അലയൻസ് വഴിയായിട്ട് ബ്രിട്ടീഷുകാർ അതിൻ്റെ പ്രൊട്ടക്ടറേറ്റ്സ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ തിരുവിതാംകൂറിലും അതുപോലെ തന്നെ കൊച്ചിയിലും ഉണ്ടായിരുന്നില്ല. റാദർ മലബാർ ഡിസ്ട്രിക്ട്സ് വാസ് ഡയറക്ട്ലി അണ്ടർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബ്രിട്ടീഷേഴ്സ്. ഈ ഒരു ബ്രിട്ടീഷേഴ്സിൻ്റെ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നടന്നിരുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ മലബാർ റീജിയനിലായിരുന്നു. അപ്പോൾ ഈ ഒരു മലബാർ റീജിയനിൽ ആയിരുന്നു മെയിനായിട്ടുള്ള നാഷണലിസ്റ്റ് ആക്ടിവിറ്റീസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ഡിസ്ട്രിക്റ്റ് കോൺഗ്രസ് കമ്മിറ്റീസ് രൂപീകരിക്കാൻ തീരുമാനിച്ചു. അത് പ്രകാരം ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി വാസ് സെറ്റപ്പ് ഇൻ കേരള ഇൻ 1910. മലബാറിൽ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്ത 1910 ഈ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റീസിൻ്റെ കീഴിൽ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസസ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആനുവൽ സെഷൻ പോലെയാണ് ഈ ഒരു ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ആനുവലിയാണ് നടത്തുന്നത്. സോ ഇറ്റ് വാസ് ഫസ്റ്റ് ഹെൽഡ് ഇൻ 1916. പാലക്കാട് വെച്ചായിരുന്നു ഈ ഒരു ആദ്യത്തെ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ് നടന്നത്. ഇറ്റ് വാസ് പ്രിസൈഡഡ് ബൈ ആനി ബസന്ത്. ആ സമയത്ത് നമുക്കറിയാം ഹോം റൂൾ ലീഗൊക്കെ ആനി ബസന്ത് ആക്റ്റീവായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നൊരു ടൈമായിരുന്നു 1916 എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ് കേരളത്തിൽ വെച്ച് പാലക്കാട് വെച്ച് നടക്കുന്നതാണ് 1916. പക്ഷേ ഈ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിക്ക് വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദീസ് വെർ മെയിൻലി ഡോമിനേറ്റഡ് ബൈ ദ റിച്ച് ആൻഡ് ദ ലാൻഡ് ലോഡ്സ്. അപ്പോൾ റിച്ച് പീപ്പിൾ അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതന്മാരായ ആളുകളായിരുന്നു ഈ ഒരു ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസസ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസിൽ പാസ് ചെയ്യുന്ന റെസൊല്യൂഷൻസ് ദേ വർ ജനറലി അപ്പീൽസ് ടു ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫോർ ഇൻട്രൊഡക്ഷൻ ഓഫ് certain reforms such as increased representation of people in the legislature, then expansion of local self-governments, provision of better education facilities, then repeal of repressive laws, etc. അതുകൊണ്ട് തന്നെ മെയിനായിട്ടുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ സോഷ്യൽ ഇക്വിറ്റി ഇങ്ങനെയുള്ള ഐഡിയാസിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസിലുള്ള ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദേവർ ബേസിക്കലി മോഡറേറ്റ്സ്. അപ്പോൾ നമുക്കറിയാം മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദേ ബേസിക്കലി ബിലീവ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അജിറ്റേഷൻസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അജിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ദേ വെർ വർക്കിംഗ് മെയിൻലി ത്രൂ ദ പ്രൊവിഷൻ ഓഫ് 3 Ps. 3 Ps എന്ന് പറഞ്ഞാൽ പ്രെയർ, പെറ്റീഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ഒരു നിവേദനം സമർപ്പിക്കുക, ആ ഒരു നിവേദനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി സമരം ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അജിറ്റേഷൻ അവർ ക്യാരി ഓൺ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്റ്റ് പൊളിറ്റിക്കൽ അറ്റാക്ക് അതിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് വൈ ദീസ് ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസസ് ഫെയിൽ ടു ഗിവ് എനി സച്ച് റിസൾട്ട്സ്. മഞ്ചേരി പൊളിറ്റിക്കൽ കോൺഫറൻസ് ആണ് ലാസ്റ്റ് ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ്. ഇറ്റ് വാസ് ഹെൽഡ് ഇൻ 1920. ഇത് 1920 ആയിട്ട് തിരുത്തേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദിസ് വാസ് ദ ലാസ്റ്റ് ഡിസ്ട്രിക്ട് കോൺഫറൻസ് ഹെൽഡ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 1920 നാഗ്പൂർ കോൺഗ്രസ് സെഷനിൽ ഇറ്റ് വാസ് ഡിസൈഡഡ് ടു കം അപ്പ് വിത്ത് പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റീസ് ബേസ്ഡ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ്. അതായത് ലാംഗ്വേജ് അടിസ്ഥാനത്തിൽ പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റീസ് രൂപീകരിക്കാൻ വേണ്ടി തീരുമാനമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസസ് നിർത്തുകയുണ്ടായി. ഈ ഒരു മഞ്ചേരി പൊളിറ്റിക്കൽ കോൺഫറൻസിന് റെലവൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി സെഡ് ആസ് എ സൂററ്റ് ഇൻ റിവേഴ്സ്. അപ്പോൾ സൂററ്റ് സ്പ്ലിറ്റ് നമുക്കറിയാം 1907 സൂററ്റ് സ്പ്ലിറ്റ് നടന്നത്. അപ്പോൾ സൂററ്റ് സ്പ്ലിറ്റിൽ എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സും രണ്ടായിട്ട് തിരിയുകയാണ് ഉണ്ടായത്. ആൻഡ് ദെയർ ആഫ്റ്റർ കോൺഗ്രസ് വാസ് ദെയർ ടു ബി ഡോമിനേറ്റഡ് ബൈ ദ മോഡറേറ്റ്സ്. അപ്പോൾ മോഡറേറ്റ്സ് ആയിരുന്നു ഈ ഒരു കോൺഗ്രസ് സൂററ്റ് സ്പ്ലിറ്റിന് ശേഷം ഡോമിനേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ദെയർ വാസ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ ദ മോഡറേറ്റ്സ് ആൻഡ് ദ എക്സ്ട്രീമിസ്റ്റ്. ഇവിടെ മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ബേസിക്കലി അഡ്വക്കേറ്റഡ് ദ അക്സെപ്റ്റൻസ് ഓഫ് മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ്. അപ്പോൾ മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് എന്താണെന്ന് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള പക്ഷക്കാരായിരുന്നു ഈ ഒരു മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മോഡറേറ്റ്സ് വെയർ ബേസിക്കലി ലാൻഡ് ലോഡ്സ്. അപ്പോൾ ലാൻഡ് ലോഡ്സും ജന്മികളും ഒക്കെ ആയിരുന്നു ഈ മോഡറേറ്റ്സ് എന്ന് പറയുന്നത്. എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്നത് ദേ വെയർ ബേസിക്കലി ടെനൻസ് ആൻഡ് വർക്കേഴ്സ്. അപ്പോൾ പെസൻസും അതുപോലെ തന്നെ
ലോവർ സെക്ഷൻ ഓഫ് സൊസൈറ്റി വരുന്നത് ഈ എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളായിരുന്നു. ആൻഡ് ദാറ്റ് ലെഡ് ടു എ ഓപ്പൺ റിഫ്റ്റ് ബിറ്റ്വീൻ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. അപ്പോൾ ഈ ഒരു റിഫ്റ്റിൻ്റെ ഫലമായിട്ട് മോഡറേറ്റ്സ് ഹാഡ് ടു ലീവ് ദ കോൺഗ്രസ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഹു ബിലീവ്ഡ് ഇൻ സെൽഫ് ഗവൺമെൻറ് ആൻഡ് ഡയറക്റ്റ് ആക്ഷൻ ക്യാപ്ചേർഡ് ദ കോൺഗ്രസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഒരു കോൺഗ്രസ് ഓർഗനൈസേഷൻ്റെ ഒരു ചുമതല എന്ന് പറയുന്നത് എക്സ്ട്രീമിസ്റ്റ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് സൂററ്റ് ഇൻ റിവേഴ്സ്. അതായത് സൂററ്റിൽ മോഡറേറ്റ്സ് ആയിരുന്നു കോൺഗ്രസ് ഡോമിനേറ്റ് ചെയ്തെങ്കിൽ ഇവിടെ എക്സ്ട്രീമിസ്റ്റാണ് കോൺഗ്രസ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് തിരുവിതാംകൂറിലുണ്ടായിരുന്ന ഒരു ഡെവലപ്മെൻറ്റാണ് മെമ്മോറിയൽസ്. അതായത് 2 മെമ്മോറിയൽസ് തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കപ്പെട്ടു. ഈ മെമ്മോറിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിവേദനം എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. അപ്പോൾ ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെമ്മോറിയൽസ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ബേസിക്കലി ദ നെഗ്ലക്റ്റ് ഓഫ് നേറ്റീവ്സ് ഇൻ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് പബ്ലിക് സർവീസസ്. അപ്പോൾ പബ്ലിക് സർവീസസിൽ നേറ്റീവ്സ്, അതായത് കേരളത്തിലുള്ള ഈക്വലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് തമിഴ് ബ്രാഹ്മിൻസും അതുപോലെ തന്നെ മറ്റ് ഉന്നത ജാതിയിലുള്ള ആളുകൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ തമിഴ് കന്നഡ ഏരിയയിലുള്ള ഉന്നത ബ്രാഹ്മിന്മാർക്ക് പ്രിഫറൻസ് കൊടുത്തുകൊണ്ടായിരുന്നു തിരുവിതാംകൂർ ഗവൺമെൻറ് സർവീസസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം കേരളത്തിൽ ഇക്വലൻറ്റ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് റെപ്രസെൻറ്റേഷൻ നൽകപ്പെട്ടിരുന്നില്ല. അതിനെതിരെയായിട്ടായിരുന്നു ഈ ഒരു മെമ്മോറിയൽസ് സമർപ്പിക്കപ്പെട്ടത്. ദ ഫസ്റ്റ് മേജർ മെമ്മോറിയൽ ഈസ് മലയാളി മെമ്മോറിയൽ. ഇറ്റ് വാസ് സൈൻഡ് ഇൻ January 1st, 1891. അപ്പോൾ ഏകദേശം 10,000-ന് മേളിൽ ആളുകൾ ഈ ഒരു മെമ്മോറിയൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ മെമ്മോറിയൽ എഗൈൻസ്റ്റ് ദ എക്സ്ക്ലൂഷൻ ഓഫ് നേറ്റീവ്സ് ഫ്രം ദ ഗവൺമെൻറ് സർവീസസ് ആൻഡ് ദെയർബൈ ഡിമാൻഡിങ് റിവിഷൻ ഓഫ് റൂൾസ് ഫോർ പ്രൊവൈഡിങ് ഇൻക്രീസ്ഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ നേറ്റീവ്സ്. അപ്പോൾ നേറ്റീവ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു നിവേദനമാണ് ഈ ഒരു മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഈ ഒരു മലയാളി മെമ്മോറിയൽ ഡ്രാഫ്റ്റ് ചെയ്തത് ലീഡേഴ്സ് ലൈക്ക് KP ശങ്കരമേനോൻ, ബാരിസ്റ്റർ GP പിള്ളെ ആൻഡ് അതേഴ്സ്. പക്ഷേ ഈ മലയാളി മെമ്മോറിയൽ വലിയ റിസൾട്ട്സ് ഒന്നും ഉണ്ടാക്കിയില്ല. അത് ഇഗ്നോർ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം സെപ്റ്റംബർ 3, 1896 സമർപ്പിക്കപ്പെട്ട മറ്റൊരു മെമ്മോറിയലാണ് ഈഴവ മെമ്മോറിയൽ. ഇത് ഈഴവാസ് സൈൻ സമർപ്പിച്ച ഒരു മെമ്മോറിയലാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളി മെമ്മോറിയൽ വാസ് ബേസിക്കലി എ നായർ സ്പോൺസേഡ് അഫെയർ ആയിരുന്നു ഈ ഒരു മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മലയാളി മെമ്മോറിയലിൽ നിന്നും വലിയ ബെനഫിറ്റ്സ് ഒന്നും കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് ഈഴവാസിന് ഇല്ലാതിരുന്നത് കൊണ്ട് അവർ സൈൻ ചെയ്തുകൊണ്ട് ഒരു മെമ്മോറിയൽ സമർപ്പിച്ചതാണ് ഈഴവ മെമ്മോറിയൽ. സെപ്റ്റംബർ 3, 1896. ഏകദേശം 13,776 പേര് ഈ ഒരു മെമ്മോറിയലിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് അണ്ടർടേക്കൺ ഓൺ ദി ഇനീഷ്യേറ്റീവ് ഓഫ് ഡോക്ടർ പൽപ്പു. ഈ ഒരു ഈഴവ മെമ്മോറിയലിൻ്റെ ബേസിക് ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഈഴവാസ് ബി മെയ്ഡ് ബെനിഫിഷ്യറീസ് ഓഫ് ഓൾ ദോസ് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ബീങ് എൻജോയ്ഡ് ബൈ ദെയർ ബ്രദറൻ ഹു ഹാഡ് ബിക്കം കൺവേർട്സ് ടു ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് എല്ലാം ഇവർക്കും വേണം എന്നുള്ളതാണ് ഈ ഒരു ഈഴവ മെമ്മോറിയലിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതും വലിയ റിസൾട്ട്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ വൈസ്രോയ് കർസൺ വിസിറ്റ് ചെയ്തപ്പം സൈൻ ചെയ്തു, സമർപ്പിച്ചു 1900. ഇതും വലിയ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു മെമ്മോറിയൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു മെമ്മോറിയൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്? ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദ മെമ്മോറിയൽസ് ഇൻഡിക്കേറ്റ്സ് ദ റൈസ് ഓഫ് എ ന്യൂ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ഇൻ കേരള. അപ്പം പുതിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസിൻ്റെ ഉയർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ സിംബോളൈസ്ഡ് ദ ബിഗിനിങ് ഓഫ് മോഡേൺ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറിൽ ആധുനിക പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു മെമ്മോറിയൽസിനോട് കൂടിയാണ്. പെർട്ടിക്കുലർലി ദ ഇഴവ മെമ്മോറിയൽസ്. അതായത് നമുക്കറിയാം താഴ്ന്ന ജാതിക്കാരാണ് ഇഴവ ജാതിയിലുള്ളവർ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഈഴവ മെമ്മോറിയൽസ് എന്ന് പറഞ്ഞാൽ ഇത് വലിയ റിസൾട്ട്സ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇറ്റ് മാർക്ക് ദ കമൻസ്മെൻറ്റ് ഓഫ് സ്ട്രഗിൾ ബൈ അണ്ടർ പ്രിവിലേജ് സെക്ഷൻസ് ഓഫ് ഹിന്ദു കമ്മ്യൂണിറ്റി ഇൻ ട്രാവൻകൂർ ഫോർ സെക്യൂറിങ് സോഷ്യൽ ജസ്റ്റിസ്.
ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാനുള്ളത് നോൺ കോപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത് മൂവ്മെൻറ്റ്സ് ആണ്. 1920 അപ്പോൾ ഇതിൻ്റെ ഒരു ജനസിസ് എന്ന് പറഞ്ഞാൽ 1920 നാഗ്പൂർ സെഷനിൽ വെച്ചാണ് ഈ ഒരു നോൺ വയലൻറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. നോൺ വയലൻറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. സോ ഈ ഒരു നോൺ വയലൻറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി ബേസ്ഡ് ഓൺ ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ്, ബോയ്ക്കോട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോർട്സ് ഓഫ് ലോ, ലെജിസ്ലേച്ചേഴ്സ് എക്സെട്ര. അപ്പം ഇവയെല്ലാം ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ഒരു ഡയറക്റ്റ് ആക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊമോഷൻ ഓഫ് ഖാദി, പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ഹരിജൻ അപ്ലിഫ്റ്റ്മെൻറ്റ്, ദെൻ പോപ്പുലറൈസേഷൻ ഓഫ് ഹിന്ദി ആസ് എ നാഷണൽ ലാംഗ്വേജ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1920 നാഗ്പൂർ കോൺഗ്രസ് സെഷനിൽ വെച്ചിട്ട് കോൺഗ്രസ് ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനം ആയിട്ടുണ്ടായിരുന്നു. സോ ദീസ് ടു ഷുഡ് ബി നോട്ടഡ് വിത്ത് റിഗാർഡ് ടു 1920 നാഗ്പൂർ കോൺഗ്രസ് സെഷൻ. ഈ ഒരു സമയത്താണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ കോപ്പറേഷനും ഖിലാഫത്ത് മൂവ്മെൻറ്റും കൂടെ ഒരുമിച്ചായിരുന്നു കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇവയുടെ ഒരു പ്രോഗ്രസ് കേരളത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. മലബാർ ഹാസ് വിറ്റ്നസ്ഡ് ലാർജ് സ്കെയിൽ ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ്, അതുപോലെ തന്നെ കോർട്ട് ഓഫ് ലോ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. അപ്പോൾ നമുക്കറിയാം മുസ്ലിംസിൻ്റെ ഒരു മജോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഏരിയയാണ് മലബാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂവ്മെൻറ്റ് വളരെയധികം ആക്റ്റീവായിരുന്നു ഈ ഒരു മലബാർ റീജിയനിൽ. സോ ദ മെയിൻ ഫീച്ചർ ഓഫ് ദിസ് മൂവ്മെൻറ്റ് ഇൻ ദ മലബാർ റീജിയൻ വാസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് മുസ്ലിംസ് ഇൻ ലാർജ് സ്കെയിൽ. ഇവിടെ ഇത് ശ്രദ്ധിക്കണം, കാരണം മുസ്ലിംസ് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു മൂവ്മെൻറ്റാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. അതിനുശേഷം അവർ മുസ്ലിം ലീഗ് എന്നുള്ള സംഘടനയ്ക്ക് കീഴിൽ അവരൊരു ഡിമാൻഡ്, അതായത് ദ ഐഡിയ ഓഫ് എ ന്യൂ നേഷൻ ഓർ സെപ്പറേറ്റ് നേഷൻ എന്നുള്ള ഒരു ഡിമാൻഡിൻ്റെ കീഴിൽ അവർ ഒതുങ്ങിപ്പോവുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം അവർ നാഷണലിസ്റ്റ് ഐഡിയനോട് വലിയ കാര്യമായിട്ട് കോഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലിയൊക്കെ മലബാർ വിസിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എലോങ് വിത്ത് ദ കോൺഗ്രസ് കമ്മിറ്റീസ് ഖിലാഫത്ത് കമ്മിറ്റീസ് വെയർ ഓൾസോ ഫോംഡ്. അപ്പോൾ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടി ഖിലാഫത്ത് കമ്മിറ്റീസും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് they were working in cooperation with the Congress committees under immediate control of the മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയേണ്ടതാണ് ഒറ്റപ്പാലം പ്രൊവിൻഷ്യൽ കോൺഫറൻസ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓൾ കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ് ആൻഡ് ഇറ്റ് വാസ് ഹെൽഡ് ഇൻ April 23, 1921. 1921 ഏപ്രിൽ 23 ഒറ്റപ്പാലം പ്രൊവിൻഷ്യൽ കോൺഫറൻസ് നടന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റപ്പാലം പ്രൊവിൻഷ്യൽ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് ഓൾ കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ പ്രൊവിൻഷ്യൽ കോൺഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് പ്രിസൈഡഡ് ബൈ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമാണ് ഈ ഒരു ഒറ്റപ്പാലം പ്രൊവിൻഷ്യൽ കോൺഫറൻസ് പ്രിസൈഡ് ചെയ്തത്. ഈ ഒരു കോൺഫറൻസ് ദേ ബേസിക്കലി പാസ്ഡ് റെസൊല്യൂഷൻ എൻഡോസിംഗ് ദ പ്രോഗ്രാം ഓഫ് നോൺ വയലൻറ്റ് നോൺ കോപ്പറേഷൻ ആൻഡ് കോളിംഗ് അപ്പോൺ ദ പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി. അപ്പോൾ നമ്മൾ പഠിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലിംഗ്വിസ്റ്റിക് ബേസിസിൽ റീഓർഗനൈസ് ചെയ്യപ്പെട്ടു. അങ്ങനെ പ്രൊവിൻഷ്യൽ കോൺഗ്രസ് ഉണ്ടായി. അങ്ങനെ കേരളത്തിലെ പ്രൊവിൻഷ്യൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ കോൺഫറൻസ് ആണ് ഒറ്റപ്പാലം പ്രൊവിൻഷ്യൽ കോൺഫറൻസ്. ഇറ്റ് വാസ് ഹെൽഡ് ഇൻ April 23, 1921. ഇതിൻ്റെ പ്രിസൈഡ് ചെയ്ത ആന്ധ്ര കേസരി ടി പ്രകാശമാണ്. ഈ ഒരു സമയത്ത് നടന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇവൻ്റാണ് മലബാർ റിബല്യൻ 1921. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മാപ്പിള അപ്രൈസിംഗ്. അപ്പോൾ ഈ മലബാർ റിബല്യൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോൺ ഫോർ ദ ഇൻഡിസ്ക്രിമിനേറ്റ് ആക്ട്സ് ഓഫ് വയലൻസ് ഏറ്റവും കൂടുതൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു ഇവൻ്റായിരുന്നു മലബാർ റിബല്യൻ എന്ന് പറയുന്നത്. ഫോഴ്സിബിൾ കൺവേർഷൻ, മർഡർ, ലൂട്ടിംഗ്, സെറ്റിംഗ് ഫയർ ഓൺ ബിൽഡിങ്സ്, ലൂട്ടിംഗ് ഹിന്ദു പ്രോപ്പർട്ടീസ് എക്സെട്ര. അങ്ങനെയുള്ള ഒരുപാട് വയലൻ്റ് ആക്ടിവിറ്റീസ് ഈ ഒരു മലബാർ റിബല്യൻ്റെ ഭാഗമായിട്ട് നടന്നു. ഇതിൽ മെയിനായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇൻസിഡൻ്റാണ് വാഗൺ ട്രാജഡി. ഇറ്റ് വാസ് ഹാപ്പൻഡ് ഇൻ 10th November 1921. അപ്പോൾ വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു മലബാർ റിബല്യനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ എല്ലാവരും കൂടെ ഒരു ട്രെയിനിൻ്റെ ഒരു വാഗണിൽ ആക്കി തിക്കി നിറച്ച് കൊണ്ടുപോയി അതിൽ അവർ ശ്വാസം കിട്ടാതെ മരിക്കുകയാണ് ചെയ്തത്. So it became a striking demonstration of the brutal and inhuman methods adopted by the British to suppress the rebellion. അപ്പോൾ റിബല്യൻ ഏത് വിധേനയും സപ്രസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു
ആക്ട് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു വാഗൺ ട്രാജഡി നടന്നത്. ഈ ഒരു മലബാർ റിബല്യൻ ലീഡ് ചെയ്ത മെയിനായിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സെയ്ദി കോയത്തങ്ങൾ, അലി മുസ്ലിയാർ, ഇങ്ങനെയുള്ള ആളുകളാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലീഡേഴ്സ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ മെയിനായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു മലബാർ റിബല്യൻ ഒക്കർ ചെയ്തത്. ഈ ഒരു മലബാർ റിബല്യൻ ഒക്കർ ചെയ്യാൻ മെയിനായിട്ട് 3 വ്യൂ പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ബേസിക്കലി എ പൊളിറ്റിക്കൽ അപ്ഹീവൽ. അപ്പോൾ പൊളിറ്റിക്കൽ ഫാക്ടറാണ് ഇതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ അപ്ഹീവൽ എന്ന് പറയുമ്പം പോലീസ് റിപ്രഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്പോൺസർഡ് ടെററിസ്റ്റിനും എതിരെ ഒരു മാപ്പിളാസ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം കാസ്റ്റാണ്, മാപ്പിളാസിൻ്റെ അപ്രൈസിങ്ങിനായിട്ടാണ് ഈ ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിൻ്റ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ബേസിക്കലി സെയ്സ് ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് അപ്സർജ് ആണെന്നാണ് പറയുന്നത്. ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ പോളിസീസിനെതിരെ ഉയർന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഇതെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ഡ്യൂ ടു ഇക്കണോമിക് ഫാക്ടേഴ്സ്. അപ്പോൾ ഇക്കണോമിക് ഫാക്ടേഴ്സ് കൊണ്ടാണ് ഈ ഒരു മലബാർ റിബല്യൻ നടന്നത് എന്നാണ് പറയുന്നത്. ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്പിള ടെനൻസ്, അതായത് മാപ്പിള തൊഴിലാളികൾ, ദേ വെർ വിക്ടിംസ് ഓഫ് വേഴ്സ്റ്റ് ഫോംസ് ഓഫ് റിപ്രഷൻ അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ഹിന്ദു ജന്മീസ്. അപ്പോൾ നമുക്കറിയാം ഹിന്ദു ജന്മീസാണ് ലാൻഡ് ലോഡ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്, അവരാണ് ലാൻഡ് ലോഡ്സ്. അപ്പോൾ ഈ ഒരു ലാൻഡ് ലോഡ്സിൻ്റെ കീഴിൽ ടെനൻസിന് ഒരുപാട് റിപ്രഷൻസ് സഹിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ദിസ് വ്യൂ കൺസിഡേഴ്സ് ഇറ്റ് ആസ് ആൻ അഗ്രേറിയൻ ഔട്ട്ബ്രേക്ക്. അപ്പോൾ ഒരു അഗ്രേറിയൻ ഔട്ട്ബ്രേക്ക് ആയിട്ടാണ് ഈ ഒരു ഇക്കണോമിക് വ്യൂ പോയിൻ്റ് കാണുന്നത്. എഗെയിൻസ്റ്റ് ദ ടൈറണി ഓഫ് ദ ജന്മിമാർ കുത്തക ഭരണത്തിനെതിരെ ഉയർന്നു വന്ന ഒരു മൂവ്മെൻ്റ് ആയിട്ടാണ് ഇതിനെ ഈ ഒരു എക്കണോമിക് വ്യൂ പോയിൻ്റ് കാണുന്നത്. ആൻഡ് ദർ ഇസ് ഓൾസോ വൺ മോർ ഫാക്ടർ, കണ്ടിന്യൂയിങ് അൺഎംപ്ലോയ്മെൻറ്റ് ഓഫ് ദ മാപ്പിള യൂത്ത്സ് ഹു ഹാഡ് ബീൻ ഡിസ്ചാർജ്ഡ് ഫ്രം ദ ആംഡ് ഫോഴ്സസ് ആഫ്റ്റർ വേൾഡ് വാർ 1. അപ്പോൾ വേൾഡ് വാർ 1 ശേഷം ആംഡ് ഫോഴ്സസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട ആളുകളുടെ അൺഎംപ്ലോയ്മെൻറ്റും ഈ ഒരു മാപ്പിള യൂത്ത്സിൻ്റെ ഇടയിൽ ഒരു അപ്രൈസിങ്ങിന് കാരണമുണ്ടാക്കുകയും ചെയ്തു. സോ ദീസ് ആർ സം ഓഫ് ദ ഇക്കണോമിക് ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദ മാപ്പിള റിബല്യൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് എറൈസ് ഡ്യൂ ടു ദ കമ്മ്യൂണൽ ഫാക്ടേഴ്സ്. അപ്പോൾ കമ്മ്യൂണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഡ്യൂ ടു ആൻ ഔട്ട്ബേസ്റ്റ് ഓഫ് റിലീജിയസ് ഫനാറ്റിസിസം. അതായത് മുസ്ലിം റിബൽസ് അവരാണ് മെയിനായിട്ടും ഈ ഒരു റിബല്യൻ ഉണ്ടാക്കിയത്. ആൻഡ് ദേ വെർ ടാർഗറ്റിംഗ് ദ ഹിന്ദു ജന്മീസ് ആൻഡ് ലാൻഡ് ലോഡ്സ്. അപ്പോൾ ഹിന്ദുക്കളെ മെയിനായിട്ടും ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിംസ് പ്ലാൻ ചെയ്ത ഒരു കമ്മ്യൂണൽ ഔട്ട്ബേസ്റ്റാണ് ഈ ഒരു മൂവ്മെൻ്റ് എന്നാണ് മൂന്നാമത്തെ വ്യൂ പോയിൻ്റ് പറയുന്നത്. പക്ഷേ ഇൻ ആക്ച്വൽ ഇറ്റ് വാസ് ദ റിസൾട്ട് ഓഫ് എ കമ്പൈൻഡ് ഓപ്പറേഷൻ ഓഫ് ഓൾ ദീസ് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു മലബാർ റിബല്യൻ ഉണ്ടായത് എന്ന് ലോജിക്കലി നമുക്ക് ഇതിൽ നിന്നും അനുമാനിക്കാം. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു മൂവ്മെൻ്റാണ് പൗരസമത്വത പ്രക്ഷോഭം. അപ്പോൾ പൗരസമത്വത പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ബേസിക്കലി അജിറ്റേഷൻ ഫോർ ദ സിവിൽ റൈറ്റ്സ്. അപ്പോൾ സിവിൽ റൈറ്റ്സിന് വേണ്ടി ഉയർന്നു വന്ന ഒരു പ്രക്ഷോഭമാണ് പൗരസമത്വത പ്രക്ഷോഭം. ദാറ്റ് മീൻസ് ഇക്വാലിറ്റി, അച്ചീവിങ് ദ ഇക്വാലിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് സിവിൽ റൈറ്റ്സ്. ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഇമ്മീഡിയറ്റ് കോസ് എന്താണെന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് ടു അവർനാസ് വാസ് ഡിനൈഡ് ഇൻ ദ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ അവർനാസിന് അപ്പോയിൻമെൻറ്റ് നിരസിക്കപ്പെട്ടു. അവർനാസ് എന്ന് പറഞ്ഞാൽ അവർനാസ് എമംഗ് ദ ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ്. അപ്പോൾ ഇങ്ങനെയുള്ള താഴ്ജാതിക്കാരുടെ അവർ അപ്പോയിൻമെൻറ്റ്സ് നിരസിക്കപ്പെടുകയാണ് ചെയ്തത് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് മെയിനായിട്ടും ലീഡ് ചെയ്ത് E.J. ജോണും അതുപോലെ തന്നെ T.K. മാധവനും കൂടിയാണ്. 1919 ദേ ഈവൻ ഫോംഡ് ആൻ അസോസിയേഷൻ കോൾഡ് സിവിൽ റൈറ്റ്സ് ലീഗ്. ഈ ഒരു പൗരസമത്വത പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് ദ റിസൾട്ട് വാസ് ദാറ്റ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വാസ് ബൈഫർക്കേറ്റഡ് ഇൻറ്റു 2 സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്സ് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. വൺ ഈസ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അനദർ ഈസ് ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് രണ്ടായിട്ട് തിരിച്ചു. അതുപോലെ തന്നെ അവർനാസ് ആൻഡ് നോൺ ഹിന്ദുസ് വെർ ഡിക്ലെയർഡ് എലിജിബിൾ ഫോർ ദ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോയിൻമെൻറ്റിനായിട്ട് എലിജിബിൾ ആവുകയാണ് ചെയ്തത് അവർനാസ് ആൻഡ് നോൺ ഹിന്ദുസ്. പക്ഷേ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് ഇറ്റ്സ് കണ്ടിന്യൂ ടു ബി റിസർവ്ഡ് ഫോർ ദ അപ്പർ കാസ്റ്റ് ഹിന്ദുസ്. ഹവർ ഈ ഒരു മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് അറ്റ്ലീസ്റ്റ് ടു എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് ഓൾ ക്ലാസസ് ഓഫ് സബ്ജക്ട്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ഫെയ്ത്ത്
എറ്റ്സെട്ര. അപ്പോൾ കാസ്റ്റ് മതം ഒന്നും ഇല്ലാതെ ദേ വെർ ഗ്യാരണ്ടീഡ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ഗവൺമെൻറ് സർവീസ്. ലിമിറ്റഡ് എക്സ്റ്റെൻറ്റിലാണെങ്കിൽ കൂടി ഇക്വാലിറ്റി വാസ് ഗ്യാരണ്ടീഡ് ടു ദം ഇൻ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് ഇൻ ഗവൺമെൻറ് സർവീസസ്. അതാണ് ഈ ഒരു പൗരസമത്വ പ്രക്ഷോഭത്തിൻ്റെ മെയിനായിട്ടുള്ള പോസിറ്റീവ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് കേരള ഫ്രീഡം സ്ട്രഗിളിൻ്റെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളായ ടെമ്പിൾ എൻട്രി സത്യാഗ്രഹ, അതുപോലെ തന്നെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, പിന്നീടുള്ള ഇവൻറ്റ്സ് ഒക്കെയാണ്. അത് നമുക്ക് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.